നല്ല ഗംഭീര പടമായിരുന്നു. എന്തായാലും നല്ലൊരു ആശയം ഇതിനകത്തുണ്ട്. അഭിനേതാക്കളൊക്കെ ഗംഭീരമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത്തരത്തിൽ ഇന്നലെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഈ സിനിമയിൽ ഇങ്ങോളം എടുത്തു പറയുന്നുണ്ട്. ഞാനിതിൻ്റെ അത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ വിഷയങ്ങൾ വളരെ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് വളരെ നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ കഥ അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ സംഭവം. പ്രത്യേകിച്ചും പെണ്ണ് കിട്ടാത്ത വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത്, പ്രത്യേകിച്ചും നമ്മളെ പ്രദേശത്ത്, വടകര പ്രദേശത്ത്. ഇത് മേടി വടകരയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വടകരക്കാർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നുള്ള സംഭവം. നമ്മൾ ഈ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളിതിലൊക്കെ കാണാം. ഓരോ കഥാപാത്രങ്ങളും നമ്മളിടയിലുള്ള കഥാപാത്രങ്ങളാണ് ഇതിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇത് നല്ല വിജയമാക്കി മാറ്റണം. നമ്മളെല്ലാവരും ഇത് തിയേറ്ററിൽ കയറി കണ്ട് വൻ വിജയമാക്കണം എന്നല്ലാതെ. പടം ഗംഭീരമായിരുന്നു. നമ്മുടെ പ്രദേശത്തെ സമകാലിക ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു അഭിനയം നമ്മുടെ വടകര പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു പടം എന്തായാലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ ഇഷ്ടപ്പെടും. ഈ ആശയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹം അനുഭവിക്കുന്ന ആശയങ്ങൾ സിനിമയിലൂടെ ചിത്രീകരിക്കാൻ സാധിച്ചത് വലിയ വിജയമാണ്. ഏതായാലും ഈ പടം ഗംഭീരമായി മുന്നോട്ട് പോകും. നല്ലൊരു പടമായിരുന്നു. സമൂഹം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത് നമ്മുടെ നേർക്കാഴ്ചയിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ സിനിമ കണ്ടിട്ട് ഇനിയെങ്കിലും ഈ പെൺകുട്ടികളെ ഈ സർക്കാർ ഉദ്യോഗം വേണമെന്നുള്ള ഇതുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കിയിട്ട് നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരിക്കൽ ഒരു ജീവിതം ഉണ്ടാവണം. വളരെ നല്ല സിനിമ. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം തുറന്നു കാണിച്ച സിനിമ. വളരെ നല്ല സിനിമ. ഇനിയും നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം കാണിച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ളൊരു അനുഭവം തന്നെ നമ്മളെ അനുഭവം തന്നെ വളരെ നല്ല സിനിമയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പെണ്ണ് കിട്ടാത്ത പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അത് തുറന്ന് കാണിക്കുന്ന സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം. ഇവരുടെ സിനിമ നമുക്ക് ഇനി കാണാൻ വേണ്ടി പറ്റൂല. ശരിക്കും കാണേണ്ടതാണ്. യുവാക്കളും യുവതികളും വന്ന് കാണേണ്ട സിനിമയാണ്. ശരിക്കും നടന്നു കൊടുക്കുന്ന സംഭവം വന്ന സിനിമയായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് എന്തായാലും കണ്ടിട്ടില്ല വയസ്സിൽ നഷ്ടമായിട്ട് മാറും എല്ലാവർക്കും. വളരെ നല്ലൊരു സിനിമയാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ. ഈ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നൊരു അനുഭവം തന്നെയാണിത്. ഇത് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ സർക്കാർ ജോലിനെ കാത്തു നിൽക്കരുതാരും എന്നാ പറയുന്നത്. സൂപ്പർ പടം, സൂപ്പർ. നല്ല പാട്ടുകളുണ്ട്. നല്ല ഗംഭീര പടം. നല്ല മനോഹരമായ പടമാണ്. ഞാൻ പടം കാണാൻ വന്നപ്പോൾ പിന്നെ ഒരു ചെറിയൊരു പടം, പക്ഷേ വളരെ മനോഹരമായി ഒരു ഇഴച്ചലൊന്നും മാത്രമില്ല. അത് മാത്രമല്ല നല്ല നർമ്മത്തിൽ കൂടിയാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇപ്പോഴുള്ള ഒരു 30 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കേണ്ട അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്, ജോലിയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് മുഴുവൻ ചെറുപ്പക്കാരും ഈ സിനിമ കാണണമെന്ന് പറയാനുള്ളത്. പടം കണ്ടു. വളരെ നല്ല മനോഹരമായിട്ടുള്ള പടമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കോമഡിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മളെല്ലാവരും കാണണം. കാരണം ഒരുപാട് പേര് നമ്മുടെ ഇത് ഒരു വടകരക്കാരുടെ ഒരു മൂവി കൂടിയാണ്. ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ അശോകട്ടൻ, ഇതിന് മുന്നിൽ അങ്ങനെ വടകരയിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മളിതിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലക്ക്, നമ്മുടെ സമയം എപ്പോഴാണോ അത് ആ സമയത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു വലിയൊരു ഉപദേശം കൂടി ഈ ഒരു മൂവിയിലുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. നല്ല അതിൽ എടുത്തു പറയുന്ന നല്ല സോങ്ങുകളാണ്, നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. വളരെ നല്ല മൂവിയാണ്. ഓക്കെ, താങ്ക് യു. വളരെ ഗംഭീരമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ അതിൽ നർമ്മവും അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു പ്രമേയമാണ്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല സംവിധാനം, എല്ലാം അഭിനയിക്കുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ശരിക്കും ജീവിക്കുന്ന രീതിയിൽ ഗംഭീരം പടമാണ്. ഇത് നല്ല വിജയം എന്തായാലും ഇതിനുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. വയസ്സെത്രയായി പേര് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ സമൂഹത്തിൻ്റെ പ്രശ്നം, നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം, എല്ലാവരുടെയും പ്രശ്നം. ഇതിൽ അഭിനയിച്ചതുകൊണ്ട് പറയുന്നതല്ല, ഗംഭീര പടമാണ്. അതുപോലെ തന്നെ യൂത്ത് കാണേണ്ട പടമാണ്, കുടുംബസമേതം കാണേണ്ട പടമാണ്, ചിരിക്കേണ്ട പടമാണ്. ആടുജീവിതം ഒരു വഴിക്ക് നടന്നോട്ടെ. ഇവിടെ ഒരുപാട് ഏറ്റവും താഴെക്കടയുള്ള ജനങ്ങളുടെ യുവാക്കളുടെ കഥ പറയുന്ന സിനിമയാണ്. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ഈ സിനിമയുടെ പുതിയ നായകനെ പരീക്ഷിച്ചതിൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു പുതിയ നായക പദവിയിലേക്ക് ഒരാൾ കൂടി വന്നു എന്നാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായി ചിത്രീകരിച്ചൊരു സിനിമയാണ്. നല്ല നർമ്മമുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന നല്ലൊരു ക്ലൈമാക്സ് ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ്. ഗംഭീരമായി സിനിമയും നല്ലൊരു ഫാമിലിക്കെല്ലാം കാണാൻ പറ്റുന്ന സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ. നല്ല സിനിമ, സൂപ്പർ സിനിമ. നല്ല അഭിനയം. ഫഹദ് ഫാസിൽ തന്നെ അഭിനയം. ഇനി ഫഹദ് ഫാസിൽ
ഇയാളുടെ അഭിനയം കണ്ട് പഠിക്കേണ്ടി വരും. സൂപ്പറായിട്ട് സൂപ്പർ. അതിഗംഭീരം. നമ്മുടെ വടകരക്കാരുടെ, നമ്മുടെ കല്ലാച്ചിക്കാരുടെ പടം സൂപ്പർ, പൊളിച്ചിട്ടുണ്ട്. സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെടും. കാരണം സോബിനെ പോലെയുള്ള ഷിജുവും അതുപോലെ തന്നെ ഫാസ് ഫാസിലിനെ പോലെയുള്ള നമ്മുടെ പ്രശാന്ത് മുരളിയൊക്കെ ഒട്ടും തന്നെ ഒരു അമിതമായ അഭിനയമോ ആ കഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവരുടെ അഭിനയം ഒട്ടും തന്നെ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. എന്തായാലും ഇത് വേറെ ചർച്ച ചെയ്യപ്പെടും. അതിൽ അവസാനത്തെ അതിൻ്റെ ക്ലൈമാക്സും വളരെ സൂപ്പറായിട്ടുണ്ട്. മാതൃത്വത്തെ അല്ലെ അമ്മയെ കുട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു സംസ്കാരത്തിനെതിരെയുള്ള ഒരു ചർച്ച കൂടി ഈ സിനിമയിൽ നടക്കും. എന്തായാലും സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും. നല്ല പടമാണ്, അടിപൊളി പടമാണ്. ലാസ്റ്റ് സെൻറ്റൻസിനൊക്കെ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ കാണുകയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സീനൊക്കെ കിട്ടുവാണ്, അടിപൊളിയായിരുന്നു. സിനിമയിൽ ചെറിയൊരു ഭാഗത്തിലുണ്ട്, നല്ല അടിപൊളി സിനിമയാണ്. പിന്നെ ഇതിൽ പാട്ട് അവിടെ തന്നെ കമൻസ് കേട്ടു, അടിപൊളി പാട്ടാണെന്നൊക്കെ. സിനിമയിൽ ഇപ്പോൾ ഈ ആക്ട് ചെയ്തതുകൊണ്ട് പിന്നെ എന്ത് തോന്നുന്നു സിനിമ കണ്ടുനോക്കുമ്പോൾ? ആദ്യമായിട്ടാണോ? അല്ല, ആദ്യമായിട്ടല്ല, 10-15 സിനിമയിലുണ്ട്. ഞാൻ ഇപ്പോൾ 80+ലുണ്ട്. ഇപ്പോൾ തലവൻ, പിന്നെ അങ്ങനെ ഒരുപാട് കുറച്ച് സിനിമകളുണ്ട്. കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ.